വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമി മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അബ്സല്യൂട്ട് പോവർട്ടിയുടെയും റിലേറ്റീവ് പോവർട്ടിയുടെയും ഡിഫറൻസ് ആണ്. ഇപ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണ ആൾക്കാര് എപ്പോഴും ഇല്ല, പക്ഷേ ചിലപ്പോഴെങ്കിലും അബ്സല്യൂട്ട് പോവർട്ടിയും റിലേറ്റീവ് പോവർട്ടിയും ഇന്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ആക്ച്വലി അത് തെറ്റാണ്. കാരണം ഈ രണ്ട് കോൺസെപ്റ്റ്സും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അബ്സല്യൂട്ട് പോവർട്ടി ഇസ് ഡിഫറെന്റ് ഫ്രം റിലേറ്റീവ് പോവർട്ടി എന്നും, അല്ലെങ്കിൽ റിലേറ്റീവ് പോവർട്ടി എന്തുകൊണ്ടാണ് അബ്സല്യൂട്ട് പോവർട്ടിയിൽ നിന്നും വ്യത്യസ്തമായിട്ടിരിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം. എന്താണ് ഈ രണ്ട് കോൺസെപ്റ്റ്സ് എന്ന് മനസ്സിലാക്കാം, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ അബ്സല്യൂട്ട് പോവർട്ടി എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എ സിറ്റുവേഷൻ വേർ എ പേഴ്സൺ ഫെയിൽസ് ടു ഏൺ മോർ ദാൻ ഫൈനാൻഷ്യൽ റിസോഴ്സസ് റിക്വയർഡ് ടു സർവൈവ്. അപ്പോൾ ഒരാളുടെ സർവൈവലിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് എമൗണ്ട് ഓഫ് ഇൻകം അയാൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അത് അയാൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് അബ്സല്യൂട്ട് പോവർട്ടി നോക്കുന്നത്. അപ്പൊ നമ്മുടെ സർവൈവൽ എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അതിനാവശ്യമായിട്ടുള്ള ഇൻകം നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ. ഫോർ എക്സാമ്പിൾ, ഒരാളെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് 60 രൂപ വേണമെങ്കിൽ, ഒരു പെർ ഡേ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് 60 രൂപ വേണമെങ്കിൽ, ആ 60 രൂപ പെർ ഡേ അയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ അബ്സല്യൂട്ട് പോവർട്ടിയിലല്ല. ഒരു പക്ഷേ അയാളുടെ ഇൻകം 60 രൂപയേക്കാൾ കുറവാണെങ്കിൽ അയാൾ അബ്സല്യൂട്ട് പോവർട്ടിയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അബ്സല്യൂട്ട് പോവർട്ടി എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നോക്കേണ്ടത് റിലേറ്റീവ് പോവർട്ടി എന്താണ്. It's a situation where people earn more than basic income but less than the average national income. അപ്പൊ നമ്മൾ ബേസിക് ഇൻകം നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ അബ്സല്യൂട്ട് പോവർട്ടിയുടെ കേസ് പറഞ്ഞപ്പോൾ കണ്ടായിരുന്നു. ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 60 രൂപയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ അയാൾക്ക് 60 രൂപ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അയാളുടെ ബേസിക് റിക്വയർമെന്റ്സ് ഒക്കെ അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ഇൻകം, ആവറേജ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ പെർ ഹെഡ് നാഷണൽ ഇൻകത്തിന്റെ കേസ് നമ്മൾ എടുത്തിട്ട് ഇയാളുടെ ഇൻകം ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ആവറേജ് നാഷണൽ ഇൻകം, ഈ ആവറേജ് നാഷണൽ ഇൻകവും ഇൻഡിവിജ്വൽ ഇൻകവും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആവറേജ് നാഷണൽ ഇൻകം ആയിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് റിലേറ്റീവ് പോവർട്ടി വരുന്നത്. ഡെഫിനറ്റ് ആയിട്ടും അയാൾ അബ്സല്യൂട്ട് പോവർട്ടിയിൽ പെടുന്ന ഒരാളല്ലായിരിക്കാം, പക്ഷെ എന്നാൽ കൂടി നമ്മൾ ഇങ്ങനെയുള്ള ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ അവിടെ റിലേറ്റീവ് പോവർട്ടി പിക്ചർ അറിയാനായിട്ട് പറ്റും. അവിടെ അങ്ങനെ ഒരു ടെൻഡൻസി വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് വീണ്ടും നമുക്ക് മറ്റൊരു ബേസിസിൽ എങ്ങനെയാണ് അബ്സല്യൂട്ട് പോവർട്ടി ഡിഫറെന്റ് ഫ്രം റിലേറ്റീവ് പോവർട്ടി എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അബ്സല്യൂട്ട് പോവർട്ടിയുടെ കേസ് എടുക്കുമ്പോൾ ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഓൺലി ദ ബേസിക് ഫൈനാൻഷ്യൽ റിക്വയർമെന്റ്സ്. ഒരാളുടെ ബേസിക് റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻകത്തിന്റെ കേസ് മാത്രമേ അബ്സല്യൂട്ട് പോവർട്ടിയുടെ കാര്യത്തിൽ പറയുന്നുള്ളൂ. അപ്പൊ അയാളുടെ റെക്രിയേഷണൽ നീഡ്സോ അല്ലെങ്കിൽ അയാളുടെ എന്റർടൈൻമെന്റ് നീഡ്സോ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് എത്രമാത്രം ഇൻകം വേണ്ടി വരും, ഇതൊന്നും തന്നെ അബ്സല്യൂട്ട് പോവർട്ടിയുടെ കേസിൽ പറയുന്നേ ഇല്ല. ഇപ്പൊ റിലേറ്റഡ് പോവർട്ടിയുടെ കേസ് എങ്ങനെയായിരിക്കും? ദോ പീപ്പിൾ മേ ബി ബെറ്റർ ഓഫ് ദാൻ അതേഴ്സ് ഇൻ അബ്സല്യൂട്ട് പോവർട്ടി കേസ്, they can still not enjoy standard of life that others enjoy. So ഇപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന്റെ കേസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിരിക്കത്തില്ല അടുത്ത ആളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇപ്പൊ നമുക്ക് കുറച്ച് ആൾക്കാർ നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടെന്ന് വിചാരിക്കുക, ABCD ആൻഡ് സോ ഓൺ. ഇപ്പൊ 4 പേരുള്ള ഒരു ഇക്കോണമി, ഒരു ഹൈപ്പോതെറ്റിക്കൽ ഇക്കോണമി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ 4 പേർക്കും ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിരിക്കും, അല്ലെ? അപ്പോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ഇപ്പോ എയുടെ ഇൻകം ഹൈയും ഈ ഉള്ള ആൾക്കാരിൽ വെച്ച് നോക്കുമ്പോൾ എയ്ക്കായിരിക്കും ഹയർ ലെവൽസ് ഓഫ് ഇൻകം വരുന്നത്. കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ ഡിക്ക് ആയിരിക്കും ലോവർ ലെവൽസ് ഓഫ് ഇൻകം വരുന്നത്. അപ്പൊ 2 പേർക്കും എയുടെ കേസ് ആണെങ്കിലും ഡിയുടെ കേസ് ആണെങ്കിലും, അല്ലെങ്കിൽ ABCD എല്ലാവരും അബ്സല്യൂട്ട് പോവർട്ടിയിൽ പെടുന്ന ആൾക്കാരെ എല്ലാവർക്കും അബ്സല്യൂട്ട് പോവർട്ടിയുടെ ബേസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബേസിക് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാനുള്ള ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പലർക്കും പല ഇൻകവും ആയിരിക്കും, അതുകൊണ്ട് തന്നെ പല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ആയിരിക്കും.
ഇതാണ് റിലേറ്റീവ് പോവർട്ടി പറയുന്നത്. ഓക്കെ, അപ്പൊ ഡി അബ്സല്യൂട്ട് പോവർട്ടി പെടുന്ന ആളല്ല, പക്ഷെ അയാൾക്ക് ഒരിക്കലും എയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഡിയുടെ ഇൻകം എയുടെ ഇൻകത്തിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലോവർ ആണ്. അടുത്തത് അബ്സല്യൂട്ട് പോവർട്ടിയുടെ കേസ് ആണെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് ഇൻകം പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു നാഷണൽ ലെവലിൽ നമുക്ക് ഈ ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ് ആയിട്ടും എല്ലാ നേഷനും ഒരു പെർട്ടിക്കുലർ പോവർട്ടി ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പോ ഒരു ഇന്റർനാഷണൽ ലെവലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ $1.9 per person per day. ഇത്രയും കാശ് ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ അബ്സല്യൂട്ട് പോവർട്ടി പെടുന്നില്ല. പക്ഷെ അയാൾക്ക് ഇതിനേക്കാൾ കുറവ് കാശാണ് കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ അബ്സല്യൂട്ട് പോവർട്ടി പെടുന്ന ഒരാളായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ റിലേറ്റീവ് പോവർട്ടി എടുക്കുമ്പോൾ നമ്മൾ ഒരു കമ്പാരിറ്റീവ് പിക്ചർ ആണ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇക്കോണമിയിൽ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഇവർക്കും പല ലെവൽസ് ഓഫ് ഇൻകം ആയിരിക്കും. അപ്പൊ എയുടെ ഇൻകം അല്ല ബിക്കുള്ളത്, ബിയുടെ ഇൻകം അല്ല സിക്കുള്ളത്, സിയുടെ ഇൻകം അല്ല ഡിക്കുള്ളത്, ഡിയുടെ ഇൻകം അല്ല ഇക്കുള്ളത്, ആൻഡ് ഇയുടെ ഇൻകം അല്ല എഫിനുള്ളത് അല്ലെ. അപ്പൊ ഇവരുടെ വേരിയസ് ലെവൽസ് ഓഫ് ഇൻകം കാരണം തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. ഇഫ് എക്കാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ ഈസ് റിച്ചർ ദാൻ ഓൾ ദ അതർ പേഴ്സൺസ് ഇൻ ദ ഗ്രൂപ്പ് അല്ലെ. ഇനി എഫിനാണ് ഏറ്റവും കുറവ് ഇൻകം ഈ ഗ്രൂപ്പിൽ ഉള്ളതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എഫ് ഇസ് ആക്ച്വലി പുവറർ ദാൻ ഓൾ ദ അതേഴ്സ് ഇൻ ദ ഗ്രൂപ്പ് ബിക്കോസ് ഓഫ് ഹിസ് ലോവർ ഇൻകം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിറ്റീവ് പിക്ചർ എടുക്കാൻ റിലേറ്റീവ് പോവർട്ടി അപ്രോച്ച് വഴി മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇനി അബ്സല്യൂട്ട് പോവർട്ടി ഇഗ്നോർസ് ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓവറോൾ സോഷ്യോ ഇക്കണോമിക് ഡിസ്പാരിറ്റി. അപ്പൊ അബ്സല്യൂട്ട് പോവർട്ടിയിൽ നമ്മൾ ലിവിംഗ് സ്റ്റാൻഡേർഡ്സിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ നോക്കുന്നത് ആ ആൾക്ക് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ വ്യക്തിക്ക് അയാളുടെ ബേസിക് നീഡ്സ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അയാളുടെ ബേസിക് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഇൻകം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം. ദിസ് ഇസ് ദ ഓൺലി ക്വസ്റ്റ്യൻ ദാറ്റ് വി കൺസിഡർ വെൻ വി ഡിസ്കസ് അബ്സല്യൂട്ട് പോവർട്ടി. പക്ഷേ നമ്മൾ റിലേറ്റീവ് പോവർട്ടിയുടെ കേസ് എടുക്കുമ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം റിലേറ്റീവ് പോവർട്ടി ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ദ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ആസ് വെൽ ആസ് ഇക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ അവിടെ ഇനിക്വാലിറ്റി സിറ്റുവേഷൻ വരുന്നുണ്ടോ, ഇനിക്വാലിറ്റി ഉണ്ടെങ്കിൽ തന്നെ എത്രമാത്രം. ഇപ്പൊ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള പേഴ്സന്റെ ഇൻകം എത്രയാണ്, ഏറ്റവും പുവർ ആയിട്ടുള്ള പേഴ്സന്റെ ഇൻകം എത്രയാണ്, അപ്പൊ ഇവരുടെ ഇൻകംസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ റിലേറ്റീവ് പോവർട്ടിയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇനിക്വാലിറ്റി അപ്രോച്ച്, ഇനിക്വാലിറ്റി ആസ്പെക്ട്സ് ഒക്കെ നമുക്ക് ഈ റിലേറ്റീവ് പോവർട്ടി ആസ്പെക്റ്റിലൂടെ അല്ലെങ്കിൽ റിലേറ്റീവ് പോവർട്ടി അപ്രോച്ചിലൂടെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോ ഇക്കണോമിക് ഗ്രോത്ത് ഇനിക്വാലിറ്റിയുടെ അവസ്ഥയിൽ എത്രമാത്രം പോസിബിൾ ആവും എന്നൊക്കെ തന്നെ നമ്മൾ റിലേറ്റീവ് പോവർട്ടി മനസ്സിലാക്കിയാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അബ്സല്യൂട്ട് പോവർട്ടി ക്യാൻ ബി എലിമിനേറ്റഡ്. എങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞു 60 rupees ഉണ്ടെങ്കിൽ ഒരാൾക്ക് അയാളുടെ ഡെയിലി റിക്വയർമെന്റ്സ് ഒക്കെ, ബേസിക് റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇയാൾക്ക് ഒരു 60 rupees കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ അബ്സല്യൂട്ട് പോവർട്ടി തീർക്കാനായിട്ട് നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ ഒന്നുകിൽ ഗവൺമെന്റിന് ഒരു പെർ ഡേ 60 rupees ആൾക്കാർക്ക് കൊടുക്കാൻ, അഗൈൻ ഇറ്റ് ഹാസ് ഗോട്ട് സം ലിമിറ്റേഷൻസ്. കാരണം ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ജസ്റ്റ് നമ്മൾ സപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് ഒരു 60 രൂപ ഒരാൾക്ക് എന്നും കൊടുക്കുകയാണെങ്കിൽ അയാളുടെ അബ്സല്യൂട്ട് പോവർട്ടി അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ അയാൾ ജോലിക്ക് പോയിട്ട് അയാൾക്ക് എന്നും ഒരു 60 രൂപ കിട്ടുന്ന കേസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അയാളുടെ അബ്സല്യൂട്ട് പോവർട്ടി നമുക്ക് അവിടെ തീർക്കാം. പക്ഷേ റിലേറ്റീവ് പോവർട്ടിയുടെ കേസ് അങ്ങനെയല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കംപ്ലീറ്റ്ലി എലിമിനേറ്റ് relative poverty. Okay, so here we have a relative poverty. അപ്പൊ നമുക്ക് റിലേറ്റീവ് പോവർട്ടിയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേറ്റീവ് പോവർട്ടിയെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ കമ്പാരിസൺ ആണ് നോക്കുന്നത്. എപ്പോഴും നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇക്കോണമിയിൽ ഇനിക്വാലിറ്റി ഉണ്ടായിരിക്കും. കാരണം ഒരിക്കലും നമുക്ക് എല്ലാവരുടെയും ഇൻകം സെയിം ആക്കാനായിട്ട് പറ്റില്ല ഇക്കോണമി. അപ്പൊ അവിടെ ഇക്വാലിറ്റി എന്തായാലും ഉണ്ടായിരിക്കും. എല്ലാവർക്കും സെയിം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒരു കാരണവശാലും പോസിബിൾ ആകത്തില്ല. പക്ഷെ
നമുക്ക് കുറച്ച് ഡീസന്റ് ആയിട്ട് എല്ലാവർക്കും ലീവ് ചെയ്യാനുള്ള ലൈഫ് വിത്ത് ഡിഗ്നിറ്റി പോസിബിൾ ആകുന്ന തരത്തിലുള്ള ഒരു ഇൻകം കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ ഈ ഇനിക്വാലിറ്റി സിറ്റുവേഷനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് ഒരു പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു റിലേറ്റീവ് പോവർട്ടിയുടെ കേസ്. ഇനി അടുത്തത് അബ്സല്യൂട്ട് പോവർട്ടി എടുക്കുമ്പോൾ പീപ്പിൾ എക്സ്പീരിയൻസ് വേഴ്സ് ലിവിങ് സ്റ്റാൻഡേർഡ്സ്. കാരണം അവരുടെ ബേസിക് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ അവരുടെ ബേസിക് നീഡ്സ് അവർക്ക് സസ്റ്റെയിൻ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരെന്തോ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ കൂടി ലിവിങ് സ്റ്റാൻഡേർഡിൽ കൂടെ പോവാണ് എന്നാണ് അർത്ഥം. പക്ഷെ റിലേറ്റീവ് പോവർട്ടി എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പീപ്പിൾ മൈറ്റ് ബി എൻജോയിങ് ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്സ്. കാരണം അവരുടെ ഡെയിലി റിക്വയർമെന്റ്സും അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ സംതിങ് എക്സ്ട്രായും കൂടി അവർക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ they still do not enjoy the same living standards as others in the country. Again, നമ്മൾ ഇവിടെ കാണുന്നത് ഒരു ഇനിക്വാലിറ്റി സിറ്റുവേഷൻ ആണ്, ഒരു കമ്പാരിറ്റീവ് പിക്ചർ ആണ് ഇവിടെ കാണുന്നത്. അതാണ് റിലേറ്റീവ് പോവർട്ടിയിൽ പറയുന്നത്. സോ അതാണ് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പോവർട്ടിയുടെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കണം. പിന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ലേൺ എക്കണോമി ആപ്പ്. ഇപ്പൊ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ, അതായത് ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ. കാരണം നിങ്ങൾക്ക് ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, അതേപോലെ വീക്ക്ലി ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അഗൈൻ ഇറ്റ്സ് എ റിക്വസ്റ്റ്. സോ അതാണ് ഇന്നത്തേക്ക് പറയാനുള്ളത്. നമ്മുടെ ലേൺ എക്കണോമി ആപ്പിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.